ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക, എല്ലാവിധ ആയുരാരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിഷയമായിട്ട് വന്നിരിക്കുന്നത്, എനിക്കത് കേട്ടിട്ട് എത്രത്തോളം ചിരി വന്ന ഒരു വിഷയം വേറെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നൊരു ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിനകത്ത് രാഘവ് ഛദ്ദയുടെ ഫോട്ടോയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. രണ്ട് പരിപാടിയുടെ ഫോട്ടോയാണ്. അതിലൊന്നിൽ അദ്ദേഹം പറയുന്നത് BJP ഗുണ്ടകളുടെ പാർട്ടിയാണ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. മറ്റൊന്നിൽ പറയുന്നത്, ഈ പറയുന്ന രാഘവ് ഛദ്ദയെയും പിന്നെ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെയും ആം ആദ്മി പാർട്ടിയും വിലക്ക് വാങ്ങാനുള്ള പണം, ആ ഒരു പണം ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം അത് പറയുന്നത്. അതായത് അവരെ വിലക്ക് വാങ്ങാൻ പറ്റുന്ന പണം ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം എന്ത് ആയി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തമാശകൾ പറഞ്ഞ് സ്വയം ഒരു കോമാളിയായി മാറിയിരിക്കുകയാണോ അദ്ദേഹം? അല്ലെങ്കിൽ പേടിച്ച് വിരണ്ട് എന്താ പറയുക നിലനിൽപ്പിന് വേണ്ടി BJPയിലേക്ക് ചെക്കേറിയ വ്യക്തിയാണോ? ഏതാണ് നമുക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തേണ്ടത്? നട്ടെല്ലെന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? പക്ഷെ ചില ആൾക്കാരുടെ നട്ടെല്ല് റബ്ബറാണോ എന്ന് സംശയമുണ്ട്. കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ സലീം കുമാർ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ റബ്ബറിന്റെ നട്ടെല്ലുള്ള ആളുകൾ ഇതേപോലെയായിരിക്കും, പേടിച്ച് വിരണ്ട് BJPയിലേക്ക് ചെക്കേറുന്ന കാഴ്ച. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലാലു പ്രസാദ് യാദവ് അല്ലേ, അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് ചെക്കേറിയിട്ടില്ല. ശരിക്കും ഓരോ വ്യക്തിയുടെയും ഒരു അന്തസ്സ് അല്ലെങ്കിൽ അവൻ്റെ ഒരു നട്ടെല്ലെന്ന് പറഞ്ഞാൽ, ഒരു പാർട്ടി ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ആ പാർട്ടി വിട്ടുക, പിന്നീട് മറ്റൊരു പാർട്ടിയിലേക്ക് ചെക്കേറാതിരിക്കുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കഴിവും ഒരു എന്താ പറയുക ഒരു പേഴ്സണാലിറ്റി നമുക്ക് പറയാം. പക്ഷേ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന അവസ്ഥയിലാണ് ഇവർ ചെക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ കാര്യം ഭയങ്കര കോമഡി തന്നെയാണ് അല്ലേ? എനിക്ക് ചിരി വന്ന് രണ്ട് ഡയലോഗും കേട്ടിട്ട് എനിക്ക് ചിരിച്ച് ഞാൻ ആകെ ഈ BJPയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയി പോകും.